From this day forward, it's going to be only America first. America first. അമേരിക്കക്കാരുടെയും പ്രസിഡന്റ് ട്രംപിന്റെയും ഏറ്റവും വലിയ ആഗ്രഹം ഒന്നാമതെത്തുക എന്നതാണ്. അമേരിക്ക ഫസ്റ്റ്. അങ്ങനെ കൊറോണയിലും അമേരിക്ക ചൈനയോടും ഇറ്റലിയോടും മത്സരിച്ച് ഒന്നാമതായിരിക്കുകയാണ്. ചൈനയിൽ ആളുകൾ മരിക്കുമ്പോഴും ഇറ്റലി തകർന്നടിയുന്നത് കണ്ടിട്ടും അമേരിക്ക എന്തുകൊണ്ട് കൊറോണയോട് തോറ്റു എന്നതിന്റെ ഉത്തരം ട്രംപ് അമേരിക്കയെ തോൽപ്പിച്ചു എന്നതാണ്. ഇതിൽ ട്രംപിന്റെ പങ്ക് ചെറുതൊന്നുമായിരുന്നില്ല. കൊറോണ അമേരിക്കയിൽ പടർന്നു പിടിക്കുമ്പോൾ ട്രംപ് അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കണ്ടു നിൽക്കുക മാത്രമല്ല, വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ട്രംപിന്റെ കള്ളത്തരങ്ങൾ നമുക്കൊന്ന് കാണാം. The coronavirus. This is their new hoax. We have it totally under control. It's one person coming in from China. One day it's like a miracle, it will disappear. When you have 15 people, and within a couple of days it's going to be down to close to zero, we really think we've done a great job in keeping it down to a minimum. I like this stuff. I really get it. People are surprised if I understand it. No, I don't take responsibility at all. അതിനുശേഷം അമേരിക്കയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം വഷളായി. അപ്പോഴും ട്രംപ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അമേരിക്കക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും മാധ്യമങ്ങളോട് കള്ളം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം പറഞ്ഞു കോവിഡ് വാക്സിൻ ഏകദേശമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇത് പുറത്തിറക്കുമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം വാക്സിൻ കണ്ടുപിടിക്കാൻ 2 മുതൽ 18 മാസം വരെ ആവശ്യമുണ്ടെന്നതായിരുന്നു. അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞു കൊറോണ ടെസ്റ്റ് ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ അത് ചെയ്യാനുള്ള സൗകര്യം അമേരിക്കയിലുണ്ട്, നേരിട്ടിങ്ങ് ചുമ്മാ വന്നാൽ മതിയെന്ന്. എന്നാൽ യാഥാർത്ഥ്യം ട്രംപ് ഇത് പറഞ്ഞ് ആഴ്ചകൾക്ക് ശേഷവും അതിനുള്ള സൗകര്യം ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ, റെക്കമെൻഡേഷൻ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞു താൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഒക്കെ നേതാക്കളെയോ കണ്ടു, ചർച്ച നടത്തി, രോഗികൾക്ക് അവർ ചികിത്സാ സഹായം നൽകുമെന്ന്. എന്നാൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് അവർ ടെസ്റ്റുകൾ നടത്താൻ മാത്രമാണ് സഹായം വാഗ്ദാനം ചെയ്തത്. ചികിത്സയ്ക്ക് രോഗികൾക്ക് സഹായം നൽകാൻ അവർ തയ്യാറായിരുന്നേയില്ല, അവരത് നിഷേധിച്ചു. ആരെങ്കിലും ഒക്കെ യാത്ര കഴിഞ്ഞ് അമേരിക്കയിലെത്തിയാൽ അവരെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ എയർപോർട്ടിലടക്കം സൗകര്യമുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ യാത്രക്കാരെ സ്ക്രീൻ ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ ഒരു സൗകര്യവും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞു ഗൂഗിൾ ഒരു വെബ്സൈറ്റ് കൊറോണ വിവരങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. 1700 എഞ്ചിനീയർമാർ അതിൻ്റെ മാത്രം പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന്. എന്നാൽ ട്രംപ് ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഗൂഗിൾ ഇക്കാര്യം നിഷേധിച്ചു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് 1700 എഞ്ചിനീയർമാർ ഉണ്ട്, അവർ വേണമെങ്കിലൊക്കെ വോളണ്ടിയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ്. അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞു 2 ആശുപത്രികളിൽ 2 ഹോസ്പിറ്റൽ ഷിപ്പുകൾ റെഡിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി, അത് ന്യൂയോർക്കിലേക്ക് ഉടനെ അയക്കും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. എന്നാൽ നേവി പറഞ്ഞു ഈ 2 ഷിപ്പുകളും മെയിൻ്റനൻസിലാണ്, അത് 1-2 ദിവസം കൊണ്ടൊന്നും തീരുന്ന മെയിൻ്റനൻസ് അല്ല, വളരെ സമയമെടുക്കും, അങ്ങനെ ഒരു മെഡിക്കൽ ക്രൂ ഉള്ള ഷിപ്പൊന്നും നേവിക്ക് ഇല്ല എന്ന്. ക്ലോറോക്വിൻ എന്നൊരു മരുന്ന് കോവിഡിന് വളരെ ഫലപ്രദമാണെന്നും FDA അപ്രൂവൽ കിട്ടിയാലുടൻ അത് അമേരിക്കയിൽ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് അടുത്തതായിട്ട് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം FDA നേരിട്ട് നിഷേധിക്കുകയാണ് ഉണ്ടായത്. കൊറോണയ്ക്ക് ക്ലോറോക്വിൻ എന്നൊരു മരുന്ന് ഫലപ്രദമാണെന്നതിന് യാതൊരു തെളിവും ഇതുവരെ ഇല്ലെന്നും ഇനിയും പഠനങ്ങൾ ആവശ്യമാണെന്നും അവർ പറഞ്ഞു. ഇതുവരെ കോവിഡിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും ഇനി അതൊക്കെ കണ്ടുപിടിക്കണമെന്നുമായിരുന്നു FDAയുടെ പറച്ചിൽ. ജനറൽ മോട്ടോഴ്സും ഫോർഡും മറ്റു നിരവധി വാഹന നിർമ്മാതാക്കളും വെന്റിലേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ചികിത്സയ്ക്ക് വെന്റിലേറ്ററിന്റെ കുറവൊന്നും ഇനി ഉണ്ടാവില്ല, രോഗികൾക്ക് മികച്ച ചികിത്സ കിട്ടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ വാഹന കമ്പനികൾ ആ നിമിഷത്തിൽ ഇക്കാര്യം നിഷേധിച്ചു. ചുരുക്കി പറഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം ട്രംപ് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. അപ്പോഴേക്കും എന്താ സംഭവിച്ചിരുന്നത്? കൊറോണ അമേരിക്കയെ വിഴുങ്ങി അമേരിക്കക്കാർക്ക് മുഴുവൻ മരണത്തിന് കീഴടങ്ങാൻ തുടങ്ങിയിരുന്നു. ട്രംപ് നിരന്തരം താൻ വലിയ വലിയ കാര്യങ്ങൾ ചെല്ലുകയാണ്, എല്ലാം നന്നായി പോകുന്നു, എല്ലാം അണ്ടർ കൺട്രോളിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡിനെ തടയാൻ ട്രംപോ ഭരണകൂടമോ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ട്രംപ് നടത്തിയിരുന്നത് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമായിരുന്നു. ജനുവരി 20-നാണ് ആദ്യ കൊറോണ കേസ് അമേരിക്കയിൽ കണ്ടെത്തിയത്. അന്ന് ട്രംപ് പറഞ്ഞു എല്ലാം അണ്ടർ കൺട്രോളിലാണ്, ഇവിടെ യാതൊരു പ്രശ്നവുമില്ലെന്ന്. എന്നാൽ രോഗികളുടെ എണ്ണവും മരണനിരക്കും കൂടിക്കൊണ്ടേയിരുന്നു. മാർച്ച് 8 ആയപ്പോഴേക്കും 500 കേസുകളും 20 മരണവും. അത് കഴിഞ്ഞ് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ രോഗികളുടെ എണ്ണം കൂടി. അപ്പോഴും ട്രംപ് കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞു. ട്രംപ് നുണകൾ പറയുകയും അമേരിക്കക്കാർ മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We have them very heavily tested. If an American's coming back or anybody's coming back, we're testing. We're going to be pretty soon at only 5 people, and we could be at just 1 or 2 people over the next short period of time. I mean, view this the same as the flu. The mortality of this is multiple times what seasonal flu is. Anybody that needs a test gets a test. We don't have enough tests today. We're very close to a vaccine. When you're talking about the availability of a vaccine, you're talking about a year to year and a half. A lot of people think that goes away in April with the heat. We do not know whether it's going to diminish as the weather gets warm. The risk of contracting the coronavirus to the American public remains low. We do expect more cases. ഇപ്പോൾ അമേരിക്കയിലെ രോഗികളുടെ എണ്ണം 1.25 ലക്ഷം ആവാൻ പോവുകയാണ്. മരണം 2000 കഴിഞ്ഞു. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ആവശ്യത്തിന് വെന്റിലേറ്ററുകളില്ല, രോഗികളെ ചികിത്സിക്കാൻ നിവൃത്തിയില്ല. അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ കൊറോണ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന എമർജൻസി റൂമിന്റെ ആണ് കാണുന്നത്. ഇതാണിപ്പോൾ അമേരിക്കയുടെ അവസ്ഥ. എങ്ങനെയാണ് രോഗം പടർന്നു പിടിച്ചതെന്ന് അപ്പോൾ ട്രംപ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു വീഡിയോ ഒന്ന് കാണാം, നോക്കൂ. We have it totally under control. It's one person coming in from China. We think we have it very well under control. We pretty much shut it down coming in from China. You know, in April, supposedly it dies with the hotter weather. When it gets warm, historically, that has been able to kill the virus. People are getting better. They're all getting better. And the 15 within a couple of days is going to be down to close to 0. It's going to disappear. One day it's like a miracle. It will disappear and you'll be fine. They're going to have vaccines, I think, relatively soon. Not only the vaccines, but the therapies. Therapies is sort of another word for cure. We're talking about very small numbers in the United States. Our numbers are lower than just about anybody. It's really working out. And a lot of good things are going to happen. And we are responding with great speed and professionalism. It's going to go away. Yeah, no, I don't take responsibility at all. We're going to all be great. We're going to be so good. This came up, we came up so suddenly. This is a pandemic. I felt it was a pandemic long before it was called a pandemic. All you had to do is look at other countries. The coronavirus, you know that, right? Coronavirus. And this is their new hoax. We're 15 people in this massive country. And because of the fact that we went early. We could have had a lot more than that. We're doing great. Our country is doing so great. My fellow Americans, tonight I want to speak with you about our nation's unprecedented response to the coronavirus outbreak that started in China and is now spreading throughout the world. We have it totally under control. It's one person coming in from China. It's going to disappear. One day it's like a miracle. It will disappear. Now the Democrats are politicizing, and this is their new hoax. If you're healthy, you will probably go through a process and you'll be fine. Be calm. It's really working out. A lot of good things are going to happen. Dr. Fauci said earlier this week that the lag in testing was in fact a failing. Do you take responsibility for that? Yeah, no, I don't take responsibility at all. But you did disband the White House pandemic office. So what responsibility do you take to that? Well, I just think it's a nasty question. And on a scale of 1 to 10, how would you rate your response to this crisis? I'd rate it a 10. I think we've done a great job. What do you say the Americans who are scared, though? I guess nearly 200 dead, 14,000 who are sick, millions, as you witnessed, who are scared right now. What do you say to Americans who are watching you right now who are scared? I say that you're a terrible reporter. That's what I say. It's a very inaccurate quiet. It's so insulting when they write phony stories that they know are fake news. But remember, we inherited a broken, obsolete system. എങ്ങനെയാണ് അമേരിക്ക COVID-19 ഒന്നാമതെത്തിയതെന്ന് നമുക്കൊന്ന് കാണാം.